നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പിണറായി വിജയനും ഒരേ ശബ്ദമാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് നയിക്കുന്ന ജില്ലാതല പദയാത്ര കൂറ്റനാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാട്ടിൽ വർഗീയതയും വിഭാഗീയതയും ആളിക്കത്തിച്ച് അതിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുവാനാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ നടത്തിയ അതേ പ്രസംഗം തന്നെയാണ് മറ്റൊരു തരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രി സജി ചെറിയാനും മറ്റ് CPM നേതാക്കളും നടത്തുന്നത്. രക്തസാക്ഷികളുടെ പേരിൽ വരെ തട്ടിപ്പ് നടത്തുന്ന CPM വെറും തട്ടിപ്പ് സംഘമായി മാറിയെന്നും ഷാഫി പറമ്പിൽ MP കുറ്റപ്പെടുത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് TM നഹാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരായ ശ്രാവൺ റാവു, ഷംസീർ അൻസാരി ഖാൻ, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ, ജോസ് വള്ളൂർ, PV മുഹമ്മദ് അലി, PM അസീസ്, ബാബു നാസർ, P മാധവദാസ്, OK ഫാറൂഖ്, ഷെഫീഖ് അത്തിക്കോട്, പ്രതീഷ് മാധവൻ, MP സുബ്രഹ്മണ്യൻ, വിനോദ് ചെറാട്, ജിതേഷ് നാരായണൻ, അരുൺകുമാർ പാലക്കുറിശി, EK ജസീൽ, ലിജിത്ത് ചന്ദ്രൻ, PT അജ്മൽ, ഇജാസ്, സനോജ് കണ്ടലിൽ എന്നിവർ പങ്കെടുത്തു. 12 നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന പദയാത്ര ഫെബ്രുവരി 12-ന് സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പാലക്കാട് ജില്ലയോടുള്ള അവഗണന തുറന്നുകാട്ടിയാകും പദയാത്ര പര്യടനം നടത്തുക. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും ഓരോ നിയോജക മണ്ഡലങ്ങളിലും അതാത് നിയോജക മണ്ഡലങ്ങളിലെ പ്രതിനിധികളും പദയാത്രയിൽ അണിചേരും. മികച്ച നിയമസഭാ സാമാജികനുള്ള മഹാത്മജി പുരസ്കാരം മുഹമ്മദ് മോസിൻ MLA ഏറ്റുവാങ്ങി. മന്ത്രി V ശിവൻകുട്ടി പുരസ്കാരം സമ്മാനിച്ചു. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി ഏർപ്പെടുത്തിയ മികച്ച നിയമസഭാ സാമാജികനുള്ള മഹാത്മാജി പുരസ്കാരമാണ് മുഹമ്മദ് മോസിൻ MLA ഏറ്റുവാങ്ങിയത്. തിരുവനന്തപുരം മ്യൂസിയം ഹാളിൽ നടന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി പുരസ്കാരം സമ്മാനിച്ചു. IB സതീഷ് MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മികച്ച പൊതുപ്രവർത്തകനുള്ള പുരസ്കാരം UDF കൺവീനർ MM ഹസനും മികച്ച നവാഗത സാമാജികനുള്ള പുരസ്കാരം MS അരുൺകുമാർ MLAയും ചടങ്ങിൽ ഏറ്റുവാങ്ങി. മുൻ MLA KS ശബരിനാഥൻ, നിയമസഭാ സെക്രട്ടറി Dr. N കൃഷ്ണകുമാർ, ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിലായിരുന്നു പുരസ്കാര സമർപ്പണം. ഈ അംഗീകാരം തന്റെ പൊതുപ്രവർത്തന ജീവിതത്തിലെ വലിയ ഉത്തരവാദിത്തമായി കാണുന്നുവെന്നും ഈ നേട്ടം പട്ടാമ്പിയിലെ ജനങ്ങൾക്കായി സമർപ്പിക്കുന്നുവെന്നും അവാർഡ് ഏറ്റുവാങ്ങി സംസാരിക്കവേ മുഹമ്മദ് മോസിൻ MLAയും പറഞ്ഞു. ഇടനെഞ്ചിൽ വെടിയേറ്റ് വീണപ്പോൾ ഗാന്ധിജി നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും ഗാന്ധിജി എന്നൊരു ആശയമാണ്. ആ ആശയം ഇന്നും നിലനിൽക്കുകയാണ്. മതേതരത്വം എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുക, ഏത് തരത്തിലുള്ള വർഗീയതയ്ക്കും എതിരായിട്ട് നിലകൊള്ളുക, ഏത് തരത്തിലുള്ള ഫാസിസത്തിനെതിരായിട്ടും ശക്തമായിട്ട് നിലകൊള്ളുക എന്നത് തന്നെയാണ് ആ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഒരു പുരസ്കാരം ലഭ്യമായതിൽ അഭിമാനവും സന്തോഷവും രേഖപ്പെടുത്തുകയാണ്. സംഘാടകരോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ആധുനിക ഇന്ത്യയുടെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ നെഹ്റുവിന്റെ പേരിലുള്ള ഒരു കൂട്ടായ്മയാണ് ഈ അവാർഡ് ഇവിടെ ലഭ്യമാക്കിയിട്ടുള്ളത്. നെഹ്റുവിന്റെയും പ്രസക്തി നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ ദ ഐഡിയ ഓഫ് ഇന്ത്യ, മതനിരപേക്ഷതയും അതോടൊപ്പം തന്നെ സോഷ്യലിസവും മുന്നോട്ട് വെക്കുന്ന ആ ഭാരതത്തിന്റെ ഐഡിയയെ ഉൾക്കൊള്ളുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാൾ കൂടിയാണ് നെഹ്റു. ഇന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിൽക്കപ്പെടുന്ന ഒരു കാലമാണ്. അന്ന് ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ യഥാർത്ഥത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് എന്ന് പറയുകയും ഇന്ത്യയിൽ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊണ്ടുവരികയും ചെയ്ത ഒരു കാലം. ആ കാലം നമ്മൾ ഓർക്കുകയാണ്. ഇന്ന് അതിനേക്ക് വിൽപ്പന നടത്തുന്ന ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും ഭഗത് സിംഗിന്റെയും അംബേദ്കറുടെയും ഒക്കെ ആശയങ്ങൾ ഇല്ലാതെയാക്കുന്ന ഒരു കാലത്ത് ഒരു പൊതുപ്രവർത്തകർ എന്ന നിലക്ക് ഈ നാടിന്റെ ഭാവിയെക്കുറിച്ച് ഉത്തരവാദിത്തത്തോടുകൂടി ഓർക്കുന്നവർ എന്ന നിലക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് അവരുയർത്തിപ്പിടിച്ച ആ ഭാരതത്തിന്റെ സങ്കല്പം അത് ഉയർത്തിപ്പിടിക്കാൻ ഇനിയും മുന്നോട്ട് പോകുക എന്ന ഉത്തരവാദിത്തമാണ് ഈ അവാർഡിലൂടെ. പട്ടാമ്പി നഗരത്തിൽ ടാക്സികൾക്ക് പാർക്ക് ചെയ്യാൻ ആവശ്യമായ സംവിധാനം ഉടൻ ഒരുക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി പറഞ്ഞു. ടാക്സി തൊഴിലാളി സംഘടനകളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഇക്കാര്യം അറിയിച്ചത്.
പട്ടാമ്പി നഗരത്തിലെ റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി നിലവിലുള്ള ടാക്സി സ്റ്റാൻഡുകൾ പൊളിച്ചു നീക്കിയ സാഹചര്യത്തിൽ ടാക്സികൾക്ക് പാർക്ക് ചെയ്യുവാൻ പുതിയ സൗകര്യം ഒരുക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ടി പി ഷാജി അറിയിച്ചു. ടാക്സി സ്റ്റാൻഡ് മാറ്റിയതോടെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ നഗരസഭ നടപടി ആരംഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളുമായി ചർച്ചയും നടത്തി. റോഡ് വികസനം പൂർത്തിയാക്കുന്നതോടെ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് വലിയ പരിഹാരമാകും. എന്നാൽ കാൽനട യാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും തടസ്സമില്ലാത്ത രീതിയിൽ ടാക്സികൾക്ക് പാർക്കിംഗ് ചെയ്യാൻ സൗകര്യമായ സ്ഥലം വേണമെന്ന ആവശ്യമാണ് തൊഴിലാളികൾ മുന്നോട്ട് വെച്ചത്. മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ, INTUC, കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ, KTDO എന്നിവരുടെ പ്രതിനിധികൾ നഗരസഭ ചെയർപേഴ്സണുമായി ചർച്ചയും നടത്തി. ടാക്സി തൊഴിലാളി പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ ഉടൻ തന്നെ ഇതിനാവശ്യമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. പട്ടാമ്പി കീഴായൂരിൽ ഗാന്ധി സ്മൃതിയും ഭരണഘടനാ സദസ്സും സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് CP ചിത്രഭാനു സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി കീഴായൂർ EMS സ്മാരക കലാസമിതിയുടെയും വായനശാലയുടെയും നേതൃത്വത്തിലാണ് ഗാന്ധി സ്മൃതിയും ഭരണഘടനാ സദസ്സും സംഘടിപ്പിച്ചത്. ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിലായിരുന്നു പരിപാടി ഒരുക്കിയത്. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ CP ചിത്രഭാനു സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രശ്രമൻ അധ്യക്ഷനായിരുന്നു. AS വിജയൻ, നഗരസഭാ കൌൺസിലർമാരായ C കൃഷ്ണദാസ്, K മധുസൂദനൻ, മറ്റു ഭാരവാഹികളായ N രാജൻ, P കുഞ്ചുകുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ജനപ്രതിനിധികൾക്ക് ആദരവും നൽകി. ആരെയെങ്കിലും ശത്രുവായി കാണുന്നതിനോ അവരെ അകറ്റി നിർത്തുന്നതിനോ ഒരിക്കലും മനസ്സ് കാണിക്കാത്ത ഈ മഹത്തായ ഭാരതത്തിനകത്ത് നിന്നാണ് ഒരു ഹിന്ദു വർഗീയവാദി തൻ്റെ മതത്തിൻ്റെ അങ്ങേയറ്റത്തെ ഭ്രാന്ത് മനസ്സിലേക്ക് കയറ്റി വെച്ച് ഒരിക്കലും കുറ്റബോധമില്ലാതെ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ്റെ നേരെ നിറതൊക്കൊഴിച്ചത്. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന 78 വർഷക്കാലത്തെ മുൻനിർത്തി നാം എന്തു പറയുമ്പോഴും അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞ, അദ്ദേഹത്തെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റിയ ആ ക്രൂരതയെ എപ്പോഴും ഉറക്കെ ആവർത്തിച്ചു പറയാനും അപലപിക്കാനും ആ ശരിയല്ലായ്മയിലേക്ക് ലോകം നീങ്ങുന്നുണ്ടോ എന്ന് ലോകത്തെ ജാഗ്രതപ്പെടുത്താനും ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ സ്മരണ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ നിലനിർത്തുന്നതിന്, അതിനെ മുന്നോട്ട് നയിക്കുന്നതിന്, അതിന് ജനകോടികളുമായി ചേർന്ന് നിന്ന് ഏകോദര സോദരരെ പോലെ ഒരു ലോകം ഭൂപടത്തിനകത്ത് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യം കൊണ്ട് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്ന് പ്രതിജ്ഞയെടുക്കുന്നതിനുള്ള ദിവസമാണ്. MSF സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി കട്ടനും പാട്ടും എന്ന പരിപാടി സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. MSF വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷബീർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് C ജംസീന, ഒറ്റപ്പാലം ബ്ലോക്ക് മെമ്പർ CK സിദ്ദിഖ്, വാർഡ് മെമ്പർ ഫെബിന ഷിഹാബ്, മുസ്ലിം ലീഗ് പട്ടാമ്പി മണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AA ജമാൽ, മുസ്ലിം ലീഗ് വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ സലാം, സെക്രട്ടറി സദക്കത്തുള്ള തുടങ്ങിയവർ സംസാരിച്ചു. വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ മുതുതല പഞ്ചായത്തിൽ ഒരുക്കിയ വെൽഫെയർ വില്ല സമർപ്പണത്തിനൊരുങ്ങി. ഉദ്ഘാടനം ഞായറാഴ്ച സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭവനരഹിതർക്ക് ഒരു തുണ്ട് ഭൂമിയും വീടുമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി വെൽഫെയർ പാർട്ടി മുതുതല പഞ്ചായത്തിലെ കൊടുമുണ്ട ചീതപ്പുറത്ത് നിർമ്മിച്ച 5 വീടുകളുടെ സമർപ്പണം ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് നടക്കും. വെൽഫെയർ പാർട്ടി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KC നാസറിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നിർവഹിക്കും. രാഷ്ട്രീയ മത സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ഭവനങ്ങളുടെ ശിലാസ്ഥാപന കർമ്മം സംസ്ഥാന പ്രസിഡന്റ് അന്ന് നിർവഹിക്കുകയും എത്രയും വേഗത്തിൽ തന്നെ ഈ ഭവനങ്ങൾ നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പണി പൂർത്തിയായ ഈ വീടുകൾ നാടിന് സമർപ്പിക്കുവാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, ഇന്നും നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഭൂരഹിതരായ ആളുകളുടെ പ്രയാസം എന്ന് പറയുന്നത്. ഒരു തുണ്ട് ഭൂമിയും അതിലൊരു വീടും എന്ന് പറയുന്ന വലിയ ഒരു സ്വപ്നം ഇന്നും പൂർത്തീകരിക്കപ്പെടാത്ത അനേകം ആളുകൾ ഉള്ള ഒരു സംസ്ഥാനത്താണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഏതെങ്കിലും രീതിയിൽ ചെറുതായിട്ടെങ്കിലും പരിഹരിക്കുക എന്നുള്ളത് പാർട്ടി സംസ്ഥാനത്തുടനീളം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്.
ഇപ്പോൾ കഴിഞ്ഞ മാസം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇപ്പോൾ വിജയിച്ചിട്ടുള്ള ഒരു പ്രതിനിധി കൂടിയാണ്. എൻ്റെ വാർഡിലും കഴിഞ്ഞ മാസം വെൽഫെയറിൻ്റെ ഒരു ഭവനം നാടിന് സമർപ്പിക്കുകയുണ്ടായി. പാർട്ടി സമരങ്ങളെപ്പോലെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി സേവന രംഗത്തും അതിൻ്റെതായ മുദ്ര പതിപ്പിക്കുവാൻ വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. തുടർന്ന് നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പാർട്ടി മുന്നോട്ട് പോകും എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞങ്ങളിൽ വിശ്വാസമർപ്പിച്ച ആളുകളോട് പറയുവാൻ വേണ്ടി പാർട്ടി ആഗ്രഹിക്കുകയാണ്. തുടർന്ന് കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. പത്രസമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം MA മൊയ്തീൻകുട്ടി, മണ്ഡലം പ്രസിഡന്റ് ഷമീർ മനക്കത്തൊടി, മുതുതല പഞ്ചായത്ത് വാർഡ് മെമ്പർ അമീറ മുസ്തഫ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി KV നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ പ്രദേശത്ത് ഒരുപാട് ആളുകൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വാർഡാണ്. അവിടെ ഒരുപാട് ആളുകൾക്ക് വീടില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ലൈഫ് പദ്ധതിയിൽ ഒരുപാട് അപേക്ഷകൾ വന്നിട്ട് അതിൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയാണ് ഈ ആശയം നമ്മുടെ മനസ്സിൽ വന്നത്. നമ്മുടെ പ്രദേശത്ത് കുറച്ച് ഭൂമി കിട്ടിയിരുന്നെങ്കിൽ അവിടെ അർഹതപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കാം എന്നുള്ളൊരാശയം. അങ്ങനെ വലിയ ഒരു മനസ്സുള്ള ഒരു അയ്യൂബ് ഖാനെ നമ്മൾ സമീപിച്ചു. കൃത്യമായിട്ട് അദ്ദേഹത്തോട് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹം ആ സ്പോട്ടിൽ തന്നെ അത് ഏറ്റെടുത്ത് നമുക്ക് 20 സെൻറ്റ് സ്ഥലം ഓഫർ ചെയ്തു. അങ്ങനെ അത് നമ്മുടെ വെൽഫെയർ പാർട്ടി നേതാക്കളുമായി സംസാരിച്ച് അവരോട് അവിടെ ഒരു 5 വീട് ആവശ്യപ്പെടുകയും ഇന്ന് ഈ വരുന്ന ഫെബ്രുവരി 1-ാം തീയതിയാണ് അതിൻ്റെ ഉദ്ഘാടനം. നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റ് വെൽഫെയർ പാർട്ടി സ്റ്റേറ്റ് നേതാവായ റസാഖ് പാലേരിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ മുതുതല ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് KP മണിയേട്ടനും അതുപോലെ നമ്മുടെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് KC നാസർക്കയാണ്. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.